സ്വകാര്യ സർവകലാശാല ബിൽ ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാൻ സാധ്യത. ബില്ലിന്റെ അനുമതി വൈകിയാൽ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ ഈ വർഷം തുടങ്ങാൻ കഴിയില്ല. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലാണ് സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുന്നതിന് വേണ്ടി ബില്ല് പാസാക്കിയത്. UGCയുടെ കരട് നയം അടിസ്ഥാനമാക്കിയുള്ള ബില്ലാണെങ്കിലും അതിൽ നിയമവിരുദ്ധമായ വ്യവസ്ഥകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് ബില്ല് രാഷ്ട്രപതിക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സർവകലാശാലകൾ തുടങ്ങുന്നതിന് വേണ്ടി അതിവേഗത്തിൽ നടപടി പുരോഗമിക്കുമ്പോഴാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയക്കുന്നത്. മാർച്ച് 25-നായിരുന്നു ബില്ല് നിയമസഭയിൽ പാസാക്കിയത്. തുടർന്ന് നടപടിക്രമങ്ങൾ വേഗത്തിൽ പുരോഗമിച്ചു വരികയാണ്. ബില്ല് UGC ചട്ടത്തിന് അനുസൃതമായതിനാൽ ഒപ്പിടും എന്ന പ്രതീക്ഷയിലായിരുന്നു സംസ്ഥാനം. സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് 90 ദിവസത്തിനകം ബില്ല് പാസാക്കണം. അല്ലാത്ത പക്ഷം തിരിച്ചയക്കുകയും വേണം. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ഫാർമസി, പാരാമെഡിക്കൽ എന്നിങ്ങനെ വിവിധ പഠനശാഖകളുടെ മൾട്ടി ഡിസിപ്ലിനറി സർവകലാശാലകൾ തുടങ്ങാനാണ് സംരംഭകർ സംസ്ഥാനത്തെ സമീപിച്ചിരിക്കുന്നത്. ട്രഷറിയിൽ 25 കോടി രൂപയുടെ നിക്ഷേപവും 10 ഏക്കർ ഭൂമിയുമുള്ള ട്രസ്റ്റുകൾക്കും ഗ്രൂപ്പുകൾക്കും സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങാൻ കഴിയുമെന്ന് ബില്ലിൽ പറയുന്നു. ഇതര സംസ്ഥാനത്തിൽ നിന്നുള്ള ഗ്രൂപ്പുകളാണ് കൂടുതലായി സർക്കാരിനെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ത്യയിൽ സ്വകാര്യ സർവകലാശാലകൾ ഇല്ലാത്ത സംസ്ഥാനം കേരളം മാത്രമായതിനാൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും അനുകൂലമായ നിലപാട് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നു. ബില്ല് നിയമമാകാൻ കാലതാമസമെടുക്കുന്ന സാഹചര്യത്തിൽ ഈ വർഷം സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുന്ന കാര്യം പ്രതിസന്ധിയിലാകും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.